പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ശബരിമല തന്ത്രി കണ്ഠരര് രാജീവർ ഈ കഴിഞ്ഞ ദിവസം അറസ്റ്റിലായി. അതുമായി ബന്ധപ്പെട്ട് വലിയ ചർച്ചകൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ വിശദാംശങ്ങളിലേക്കൊന്നും ഞാൻ ഈ അവസരത്തിൽ പോകാൻ ഉദ്ദേശിക്കുന്നില്ല. ഞാൻ ഈ വീഡിയോയിലൂടെ എനിക്ക് പറയാൻ ഉള്ളൊരു പ്രധാനപ്പെട്ട കാര്യം, ഞാൻ ഏഷ്യാനെറ്റിലാണെന്നാണ് എൻ്റെ ഓർമ്മ, വിനോയ് ജോൺ പങ്കെടുത്തൊരു ചർച്ചയിൽ ഈ കണ്ഠരര് രാജീവരുടെയൊക്കെ ബന്ധു, ഈ താഴമൺ കുടുംബത്തിൽ ഉള്ള ഒരു അതിൻ്റെ ഒരു അംഗവുമായിട്ട് ശ്രീമൻ രാഹുൽ ഈശ്വർ, അദ്ദേഹം കുറച്ചു കാലമായിട്ട് വിവാദത്തിലുണ്ടല്ലോ, അദ്ദേഹം ഈ വിനോയ് ജോണുമായിട്ടുള്ള ഒരു ചർച്ചയിൽ കിടന്നിട്ട് അലറി വിളിച്ചുകൊണ്ട് എന്തൊക്കെയോ പിച്ചും പേയും അയാൾ അവിടെ കിടന്ന് വിളിച്ചു പറയുന്നത്. അയാൾ വിനോയ് ജോണിനോട് നിങ്ങൾ തന്ത്രിയെ അറസ്റ്റ് ചെയ്തതിന് ഒരു കാരണം പറയൂ, 1 മിനിറ്റ് തരൂ, 2 മിനിറ്റ് തരൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആ ചെറുപ്പക്കാരൻ അയാളുടെ സമനില തെറ്റിയതുപോലെ എന്തൊക്കെയോ വിളിച്ചു പറയുന്നത് കേട്ടു. അപ്പോൾ അയാൾ പറയുന്ന ഒരു കാരണമില്ലാതാണ് ഇയാളെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്, അതിനൊരു കാരണം പറയൂ എന്നാണ് പറഞ്ഞത്. അതിന് വിനോയ് ജോൺ അവിടെ നിന്ന് അത് വായിച്ചു കേൾപ്പിക്കുന്നത് കേട്ടു. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഈ വീഡിയോ യഥാർത്ഥത്തിൽ ഇത് ഞാൻ രാഹുൽ ഈശ്വറിന് സമർപ്പിക്കുകയാണ്. ഈ വീഡിയോ പിച്ചുംപേയും പറയുന്ന രാഹുൽ ഈശ്വർ ഈ 27 പേജുള്ള ഈ എന്താണ് കണ്ഠരര് രാജീവരുടെ റിമാൻഡ് റിപ്പോർട്ട് സമയം കിട്ടുമ്പോൾ ഒന്ന് വായിച്ചു നോക്കണമെന്നാണ് എനിക്ക് സൂചിപ്പിക്കുന്നത്. ഒരു എൻറോൾഡ് അഭിഭാഷകനാണ് എന്നൊക്കെയാണ് ഞാൻ മനസ്സിലാക്കിയത്. അതൊന്ന് വായിച്ചു നോക്കണം. അതുകൊണ്ട് ഞാൻ ഈ വീഡിയോ ഏഷ്യാനെറ്റ് ചാനലിലാണ് ഞാൻ കണ്ടത്, മറ്റു ചാനലുകളിലും കിടന്ന് ഇതുപോലുള്ള പിച്ചും അലറി ഒക്കെ വിളിച്ചിട്ടുണ്ടാവും. അതുകൊണ്ട് അയാൾക്ക് ഞാൻ സമർപ്പിക്കുകയാണ്. അയാൾ ചോദിച്ചല്ലോ ഈ തന്ത്രിയെ അറസ്റ്റ് ചെയ്തതിന് ഒരു കാരണം പറയാമോ എന്ന്. തന്ത്രിയെ അറസ്റ്റ് ചെയ്തതിന് 12 കാരണങ്ങളാണ് ഞാൻ രാഹുൽ ഈശ്വറിൻ്റെ മുന്നിൽ വെക്കാൻ പോകുന്നത്. അത് റിമാൻഡ് റിപ്പോർട്ട് റിമാൻഡ് റിപ്പോർട്ട് വിശകലനം ചെയ്തുകൊണ്ട് തന്ത്രി ആയിട്ടുള്ള കണ്ഠരര് രാജീവരെ അറസ്റ്റ് ചെയ്തതിന് SIT മുന്നോട്ട് വെച്ചിട്ടുള്ള 12 കാരണങ്ങൾ, 11-12 കാരണങ്ങൾ ഞാൻ രാഹുൽ ഈശ്വറിൻ്റെ മുന്നിൽ ഈ വീഡിയോയിലൂടെ വെക്കാൻ പോവുകയാണ്. അത് ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, അത് 6ാമത്തെ പാരഗ്രാഫിൽ പറയുന്നുണ്ട്. ഈ ചെങ്ങന്നൂർ മുണ്ടൻകാവ് താഴമൺ മഠത്തിലെ തന്ത്രി ആയിട്ടുള്ള കണ്ഠരര് രാജീവർ, കണ്ഠരര് രാജീവരന് 1998 ഈ UB ഗ്രൂപ്പ് അവിടുത്തെ ശ്രീകോവിലിലും മാത്രമല്ല ശബരിമല ശ്രീകോവിലിലും ശബരിമല ക്ഷേത്രത്തിൻ്റെ വാതിൽ കട്ടിലകളിൽ ഘടിപ്പിച്ചിരുന്ന ദശാവതാരങ്ങൾ ആലേഖനം ചെയ്തിരിക്കുന്ന ചെമ്പുപാളികൾ, രാശിചിഹ്നങ്ങൾ മുതൽ പ്രഭാമണ്ഡലങ്ങളിലും സ്വർണം പൊതിഞ്ഞിട്ടുണ്ടെന്നുള്ള വിവരം അറിവുള്ളതാണ്. അതായത് 1998 30 കിലോ സ്വർണം ഈ ശ്രീകോവിലുമൊക്കെയായി ബന്ധപ്പെട്ടിട്ടുള്ള സ്ഥലങ്ങളിൽ UB ഗ്രൂപ്പിൻ്റെ UB ഗ്രൂപ്പ് സ്വർണം സ്വർണം പൊതിഞ്ഞിട്ടുണ്ടെന്നുള്ള വിവരം കണ്ഠരര് രാജീവർക്ക് അറിയാവുന്നതാണ്. അതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ഈ തന്ത്രി പദവി വഹിച്ചിരുന്ന 17/8/2018 മുതൽ 16/8/2019 വരെയും 2018-19 കാലഘട്ടത്തിൽ വീണ്ടും ആ സ്ഥാനം വഹിച്ചിരുന്ന തന്ത്രി കണ്ഠരര് രാജീവർക്ക് ശബരിമല ക്ഷേത്രത്തിലെ മുഖ്യ പുരോഹിതനായ തന്ത്രി എന്ന നിലയിൽ ശബരിമല ക്ഷേത്രത്തിൻ്റെ ചൈതന്യവും പരിപാവനതയും ആത്മീയതയും കാത്തു സൂക്ഷിക്കുവാൻ അദ്ദേഹം ബാധ്യസ്ഥനാണ്. അത് ഈ കാരണങ്ങൾ കൊണ്ട്. 3, ഈ ചെമ്പ് ശബരിമല ക്ഷേത്രത്തിലെ ദശാവതാരങ്ങൾ ആലേഖനം ചെയ്തിരുന്ന സ്വർണം പതിച്ച ചെമ്പുകൾ, വേറെ 2 ചെമ്പ് പാളികൾ കട്ടളയ്ക്ക് മുകളിൽ പതിച്ചിട്ടുള്ളത്, അതൊക്കെ ഇളക്കിയെടുത്ത് സ്വകാര്യ വ്യക്തിയായ 1-ാം പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കൈമാറുന്നതിന് ദേവന്റെ അനുജ്ഞ വാങ്ങാതെയും താന്ത്രിക നടപടികൾ വാങ്ങാതെയുമാണ് ആ നടപടി പുറപ്പെടുവിച്ചിട്ടുള്ളത് എന്നത് ഉള്ള അറിവ് തന്ത്രി കണ്ഠരര് രാജീവര് അതായത് ഇതിങ്ങനെ അനുജ്ഞ വാങ്ങാതെയാണ്, താന്ത്രിക നിലപാടുകൾ പാലിക്കാതെയുമാണ് പുറപ്പെടുവിച്ചിട്ടുള്ളതെന്ന് അറിയാവുന്ന കണ്ഠരര് രാജീവര് ആ ആചാര ലംഘനം ദേവസ്വം ബോർഡിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്താതെയും ക്ഷേത്രത്തിൻ്റെ ആചാരപരമായ കാര്യങ്ങളിൽ അന്തിമ തീരുമാനമെടുക്കേണ്ട തന്ത്രി രാജീവർ അങ്ങനെ പ്രവർത്തിക്കാതെയും ദേവസ്വം ബോർഡ് ഉത്തരവിൻ്റെ അടിസ്ഥാനത്തിൽ 1-ാം പ്രതി പോറ്റിക്ക് മേൽപ്പറഞ്ഞ മുതലുകൾ കൈമാറുന്നത് തടയുന്നതിനുള്ള നടപടി സ്വീകരിക്കാതെയും വീഴ്ച വരുത്തി.
അതായത് ദേവസ്വം ബോർഡിൻ്റെ തീരുമാനപ്രകാരം ദേവൻ്റെ അനിച്ച വാങ്ങാതെയും താന്ത്രിക നിലപാടുകൾ പാലിക്കാതെയും ഇത് പുറത്തേക്ക് കൊണ്ടുപോകുന്നത് തടയുന്നതിനുള്ള നടപടി അയാൾ എടുത്തിട്ടില്ല. അത് രണ്ടാമത്തത്. മൂന്നാമത്തത്, ഈ തന്ത്രി ശബരിമല സന്നിധാനത്തുണ്ടായിരുന്ന കാലയളവിനുള്ളിൽ 18/5/2019 തീയതി 19:30 മണിക്കാണ് ശബരിമല ശ്രീകോവിലിൻ്റെ വാതിൽ കട്ടിളപ്പാളികളും അതിനോടനുബന്ധിച്ചിട്ടുള്ള പ്രഭാമണ്ഡലപ്പാളികളും അഴിച്ചെടുത്ത് 1-ാം പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കൈമാറിയത്. അപ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് അത് കൈമാറുമ്പോൾ തന്ത്രി ശബരിമലയിലുണ്ട്. അന്നേ ദിവസം 15/8/2019 തീയതിയിലെ ഉച്ചപൂജയ്ക്കും അത്താഴപൂജയ്ക്കും തന്ത്രി ചുമതല വഹിച്ച് സന്നിധനായിരുന്നു എന്നും തെളിഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ അനധികൃതമായി ഇത് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് എടുത്ത് കൈമാറ്റം ചെയ്യുന്ന സമയത്ത് തന്ത്രി സന്നിധാനത്തുണ്ടായിരുന്നു. അതാണ് മൂന്നാമത്തെ കാര്യം. അത് 9-ാമത്തെ പാരഗ്രാഫിൽ പറയും. ഇനി അടുത്തത്, പ്രഭാമണ്ഡലപ്പാളികളും മറ്റും അഴിച്ചു മാറ്റിയതിനെ തുടർന്ന് ശ്രീകോവിലിൽ വാതിലക്കട്ടിൽപ്പാളികളും പ്രഭാമണ്ഡലപ്പാളികളും സ്ഥാപിച്ചിരുന്ന സമയത്ത് കൽത്തൂണുകൾ മാത്രം കാണാമെന്നിരിക്കെ, അത് മാറ്റിക്കഴിയുമ്പോൾ അവിടെ കൽത്തൂണ് മാത്രമല്ലേ ഉള്ളൂ. 19/5/2019 തീയതി ശ്രീകോവിലിൽ പ്രവേശിച്ച് പതിവ് പൂജകൾ നടത്തിയ തന്ത്രി ശ്രീകോവിൽ വാതിൽ കട്ടിളപ്പാളികളും അനുബന്ധ പ്രഭാമണ്ഡലങ്ങളും 18/5/2019 ഇളക്കിയെടുത്ത വിവരം നിശ്ചയമായും അദ്ദേഹം അറിയേണ്ടതാണ്. കാരണം ഇതെല്ലാം ഇളക്കിയെടുത്ത് കൽത്തൂണുകൾ മാത്രമേ ഉള്ളൂ. ഈ കൽത്തൂണുകൾ മാത്രമുള്ള സമയത്ത് അയാൾ അവിടെ ഒന്ന് പൂജ നടത്തിയിട്ടുണ്ട് തന്ത്രി. അപ്പോൾ അത് തന്ത്രി അറിയേണ്ടതാണ്. തന്ത്രി അറിഞ്ഞില്ല. അത് അടുത്ത കാരണം. അടുത്തത് 11-ാമത്തെ പാരഗ്രാഫിൽ, തന്ത്രിയുടെ അനുമതിയോടെ അല്ല ശബരിമലയിൽ നിന്ന് കട്ടിളപ്പാളികളും മറ്റും ഇടക്കി കൊണ്ടുപോയതെങ്കിൽ തന്ത്രി ആയതിനെക്കുറിച്ച് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനെ രേഖാമൂലം അറിയിക്കുകയോ ആചാരലംഘനം നടത്തി മുതലുകൾ കൊണ്ടുപോയതിനെതിരെ നടപടി സ്വീകരിക്കേണ്ടതായിരുന്നു. ആ നടപടി തന്ത്രി സ്വീകരിച്ചിട്ടില്ല. അത് 5-ാമത്തെ കാരണം. മാത്രവുമല്ല, മാസപൂജയ്ക്ക് 15/6/2019 തീയതി വൈകുന്നേരം നട തുറന്ന സമയത്തും കട്ടിളപ്പാളികളും അനുബന്ധപ്പാളികളും തിരിച്ചെത്തിയിട്ടില്ലെന്നും പ്രസ്തുത സമയത്ത് തന്ത്രിയുടെ സാന്നിധ്യം ശബരിമല സന്നിധാനത്തിൽ ഉണ്ടായിരുന്നുവെന്നും 18/6/2019 തീയതി കട്ടിളപ്പാളികളും പ്രഭാമണ്ഡലപ്പാളികളും ഉണ്ണികൃഷ്ണൻ പോറ്റിയും മറ്റും തിരിച്ചു കൊണ്ടുവന്ന സമയത്ത് ഘടിപ്പിച്ച സമയത്തും 13-ാം പ്രതി കണ്ഠരര് രാജീവരുടെ സാന്നിധ്യം ഉണ്ടായിരുന്നുവെന്നും തന്ത്രിയുടെ അനുമതിയില്ലാതെ ശബരിമലയിൽ നിന്നും കട്ടിളപ്പാളികളും മറ്റും ഇളക്കിക്കൊണ്ടുപോയ വിവരം തന്ത്രി ദേവസ്വം ബോർഡ് അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയോ നടപടി സ്വീകരിക്കുകയോ ചെയ്തിട്ടില്ല. പോരെ? ഇനി അതുപോലെ തന്നെ മേൽപ്രതിപാദിച്ച വസ്തുക്കളിൽ നിന്നും ശ്രീകോവിലിൽ വാതിൽ പട്ടിക്കട്ടിളപ്പാളികളും പ്രഭാമണ്ഡലപ്പാളികളും ശബരിമല സന്നിധാനത്തു നിന്നും കൊണ്ടുപോയിട്ടുള്ളതായി ശബരിമല തന്ത്രിസ്ഥാനം വഹിച്ചിരുന്ന തന്ത്രി രാജീവർക്ക് കൃത്യമായ അറിവുണ്ടായിരുന്നു എന്ന് ഇതിനകത്ത് തെളിയുകയാണ്. കൃത്യമായിട്ടുള്ള അറിവ് അതിനകത്ത് അയാൾക്കുണ്ടായിരുന്നു എന്ന് മാത്രമല്ല, 11-ാം ഖണ്ഡികയിൽ പറയുന്നത് എന്താ? 11-ാം ഖണ്ഡികയിൽ പറയുന്നത് ഈ തന്ത്രിയും ഉണ്ണികൃഷ്ണൻ പോറ്റിയും തമ്മിൽ ദീർഘകാലമായിട്ടുള്ള ബന്ധമുണ്ടായിരുന്നു. അതാണ് 13-ാം പാരഗ്രാഫിൽ പറയുന്നത്. ഇനി ഈ ശബരിമലയിൽ ദേവസ്വത്തിലെ വില കൂടിയ വസ്തുക്കളുടെ അറ്റകുറ്റപ്പണികൾ ദേവസ്വത്തിൽ വെച്ച് തന്നെ ചെയ്യണമെന്നും ക്ഷേത്രത്തിന് പുറത്തു കൊണ്ടുപോകാൻ പാടില്ല എന്നും വ്യക്തമായി ഇതിൻ്റെ മാനുവലിലൊക്കെ പറയുന്നുണ്ട്. 1998 UB ഗ്രൂപ്പ് സന്നിധാനത്ത് വെച്ച് തന്നെയാണ് ശബരിമല ശ്രീകോവിൽ സ്വർണം പതിക്കുന്ന അണികൾ ചെയ്തതെന്നും തന്ത്രിക്ക് അറിവുള്ളതാണ്. അപ്പോൾ ഇത് പുറത്തു കൊണ്ടുപോകാൻ പറ്റില്ല എന്നുള്ളത് തന്ത്രിക്ക് അറിയുള്ളതാണ്. 1998 സ്വർണം പൊതിഞ്ഞത് UB ഗ്രൂപ്പ് സന്നിധാനത്തിൽ വെച്ച് ചെയ്തിട്ടുള്ളതാണ് എന്നും തന്ത്രിക്ക് അറിവുള്ളതാണ്. അതാണ് അടുത്ത കാരണം. ഇനി 16-ാമത്തെ ഖണ്ഡികയിൽ പറയുന്നത് എന്താ? മേൽപ്പറഞ്ഞ കാരണങ്ങൾ കൊണ്ട് തന്നെ കട്ടിളപ്പാളികളും അനുബന്ധപ്പാളികളും 18/5/2019 തീയതി ഇളക്കിയെടുത്ത് തൂക്കം നോക്കിയതിലേക്ക് തിരുവാഭരണ കമ്മീഷണറായിരുന്ന 4-ാം പ്രതി KS ബൈജു 18/5/2019 തീയതി ദേവസ്വം മഹസർ തയ്യാറാക്കിയ സമയത്ത് തന്ത്രിസ്ഥാനം വഹിച്ചിരുന്ന തന്ത്രി കട്ടിളപ്പാളികളും അനുബന്ധ പ്രഭാമണ്ഡലപ്പാളികളും ആചാരലംഘനം നടത്തി ശബരിമലയിൽ നിന്ന് കൊണ്ടുപോകുന്നതിന് ഒത്താശ ചെയ്ത് ഗൂഢാലോചനയിൽ പങ്കാളിയാണ്. ഇതിനപ്പുറം എന്താണ് വേണ്ടത് എന്നെനിക്ക് അറിയാൻ പറ്റുന്നില്ല. അതുപോലെ തന്നെ ഈ കേസിലെ ഇയാളെ 9-ാം തീയതി ചോദ്യം ചെയ്തു. 9-ാം തീയതി ചോദ്യം ചെയ്തതിനെ തുടർന്ന് ഇയാളുടെ പങ്ക് വ്യക്തമായി തെളിഞ്ഞിട്ടുള്ളതാണ് എന്ന് 17-ാമത്തെ പാരഗ്രാഫിൽ പറയുന്നു. എന്നിട്ട്
പറയുന്നത് 23ാമത്തെ പാരഗ്രാഫിൽ പറയുന്നത്, ഈ കേസിൽ നാളിതുവരെ നടത്തിയ അന്വേഷണത്തിൻ്റെ ഭാഗമായി രേഖപ്പെടുത്തിയ സാക്ഷിമൊഴികളിൽ നിന്നും ശേഖരിച്ച തെളിവ് രേഖകളിൽ നിന്നും ഈ കേസിലെ കുറ്റകൃത്യത്തിൽ 13ാം പ്രതി കണ്ഠരര് രാജീവരുടെ പങ്ക് സ്ഥാപിക്കുന്നതിനുള്ള സാക്ഷിമൊഴികൾ പരസ്പര പൂരകങ്ങളും ഒരു കണ്ണി പോലും മുറിയാതെ പ്രതിക്കെതിരെ കുറ്റസ്ഥാപനം നടത്താൻ പര്യാപ്തവും ആയതിന് തെളിവ് രേഖകളുടെ പിൻബലവും ഉള്ളതാണ് എന്ന് തെളിഞ്ഞിട്ടുള്ളതാണ്. കൃത്യമല്ലേ 23ാം പാരഗ്രാഫിൽ? ഇതുവരെ ശേഖരിച്ച തെളിവുകളിൽ നിന്നും ഒരു കണ്ണി പോലും മുറിയാതെ പ്രതിക്കെതിരെ കുറ്റസ്ഥാപനം നടത്താൻ പര്യാപ്തവും ആയതിന് തെളിവ് രേഖകളുടെ പിൻബലവും ഉള്ളതാണ് എന്ന് വ്യക്തമായിട്ടുള്ളതാണ്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ SIT റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നത്, ഇയാളെ സ്വതന്ത്രനാക്കി വിട്ടാൽ, ഈ രാജീവരെ ജാമ്യം നൽകി വിട്ടാൽ, ശബരിമല ക്ഷേത്രത്തിലെ താന്ത്രികാവകാശം വെച്ചാൽ അങ്ങനെ വിട്ടാൽ ശബരിമല ക്ഷേത്രത്തിലെ താന്ത്രികാവകാശം പരമ്പരാഗതവും വംശാവലിപരവുമായ കാരാണ്മയായി ലഭിച്ചിട്ടുള്ള ചെങ്ങന്നൂർ മുണ്ടൻകാവ് താഴമൺ മഠത്തിലെ അംഗമെന്നുള്ള നിലയിലും ഭക്തജനങ്ങളുടെ ഇടയിലും സമൂഹത്തിലെ ഉന്നത വ്യക്തികളുമായി അടുത്ത ബന്ധം സൂക്ഷിക്കുന്ന വ്യക്തി എന്ന നിലയിലും സ്വായത്തമായ ആത്മീയ പരിവേഷവും സ്വാധീനവും ഉപയോഗിച്ചുകൊണ്ട് തന്ത്രി, ദേവസ്വം ബോർഡ് ജീവനക്കാർക്കിടയിലും പൊതുസമൂഹത്തിലും ശക്തമായ സ്വാധീനം ചെലുത്തി ഈ കേസിൽ കണ്ടെടുക്കുവാനുള്ള തെളിവ് രേഖകൾ നശിപ്പിച്ചും പ്രതിക്ക് അനുകൂലമായി മൊഴി നൽകാൻ ദേവസ്വം ബോർഡ് ജീവനക്കാരെയും മറ്റും പ്രേരിപ്പിച്ചും ഭീഷണിപ്പെടുത്തിയും കേസിൻ്റെ തുടർന്നുള്ള സുഗമമായ പ്രവർത്തനം തടസ്സപ്പെടുത്തുവാനും സാധ്യതയുണ്ട്. 1. 2. ഉണ്ണികൃഷ്ണൻ പോറ്റിയും കണ്ഠരരും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചും സാമ്പത്തിക ഇടപാടുകളെക്കുറിച്ചിട്ടും വിശദമായിട്ടുള്ള അന്വേഷണം നടത്തേണ്ടതുണ്ട്. എന്ന് മാത്രമല്ല, തന്ത്രി ചെയ്ത കുറ്റകൃത്യത്തിൻ്റെ ഗൗരവ സ്വഭാവം പരിഗണിച്ച് കുറ്റകൃത്യത്തിൻ്റെ വ്യാപ്തിയും കൂട്ടുത്തരവാദിത്വവും മറ്റു പ്രതികളുടെ കുറ്റകൃത്യത്തിലെ പങ്കിനെ പറ്റിയും വിശദമായിട്ടുള്ള അന്വേഷണം നടത്തേണ്ടതുണ്ട്. അടുത്തത്, നീതിന്യായ വ്യവസ്ഥയെ വെല്ലുവിളിച്ചുകൊണ്ട് വിശ്വാസികൾ പരിപാവനവും പുണ്യസങ്കേതവുമായി കാണുന്ന ശബരിമല ക്ഷേത്രത്തിൻ്റെ ശ്രീകോവിലിൽ നിന്ന് തന്നെ ക്ഷേത്രം വക മുതലുകൾ ദുരുപയോഗം ചെയ്ത്, അതായത് ക്രിമിനൽ മിസ്അപ്രോപ്രിയേഷൻ ചെയ്ത് അപഹരണം നടത്തി അനേക ലക്ഷം ഭക്തരുടെ വിശ്വാസത്തെ വ്രണപ്പെടുത്തിയ ശബരിമല ക്ഷേത്രത്തിലെ തന്ത്രിസ്ഥാനം വഹിക്കുന്ന പ്രതിക്ക് ജാമ്യം നൽകുന്നത് സമൂഹത്തിൽ തെറ്റായ സന്ദേശം നൽകും. അടുത്തത്, ഇയാളെ ജാമ്യം നൽകി വിട്ടാൽ അപഹരണം ചെയ്യപ്പെട്ട മുതലുകൾ പൂർണ്ണമായി കണ്ടെടുക്കേണ്ടതുള്ളതുകൊണ്ടും ശബരിമല ശ്രീകോവിലിലെ സ്വർണം പതിച്ച പാളികളിൽ നിന്നും ശേഖരിച്ച സാമ്പിൾസ് ഒരു ശാസ്ത്രീയ പരിശോധനയ്ക്ക് ലഭിക്കാനുള്ളതിനാലും പരിശോധന ഫലം ലഭിച്ച് കൂടുതൽ അന്വേഷണം നടത്താതിരുന്നതിനാലും ഇയാളെ ജാമ്യം കൊടുക്കരുതെന്നും 14 ദിവസം റിമാൻഡ് ചെയ്യണം എന്നുമാണ് ഈ SIT അവരുടെ റിമാൻഡ് റിപ്പോർട്ടിൽ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഏതാണ്ട് ഒരു 10-11 കാരണങ്ങൾ പറഞ്ഞിരിക്കുന്നു. അതിനുശേഷം ഇയാളെ ജാമ്യത്തിൽ വിട്ടാലുണ്ടാകുന്ന കുഴപ്പങ്ങളെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നു. അപ്പോൾ ഇതിൻ്റെ അടിസ്ഥാനത്തിൽ സുവ്യക്തമായിട്ടുള്ള സുസംഘടിതമായിട്ടുള്ള തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് തന്ത്രി കണ്ഠരര് രാജീവരെ SIT അറസ്റ്റ് ചെയ്തത് എന്നത് ഈ റിമാൻഡ് റിപ്പോർട്ടിൽ നിന്നും വ്യക്തമാണ്. ഇതൊന്നും മനസ്സിലാക്കാതെ ഈ രാഹുൽ ഈശ്വർ എന്ന് പറഞ്ഞ ചെറുപ്പക്കാരൻ ഈ ചാനലുകളിലൊക്കെ പോയി എന്തൊക്കെയോ അലറി വിളിക്കുകയും പിച്ചും പേയും പറയുകയും ചെയ്യുകയാണ്. അയാൾ ഇതുകൊണ്ടൊന്നും ഇത് നിർത്താൻ പോകുന്നില്ല എന്നുള്ളത് വ്യക്തമാണ്. പക്ഷേ അയാൾ എന്തെങ്കിലും സമയമുണ്ടെങ്കിൽ, എന്തെങ്കിലും ഒരു സെൻസ് അയാളുടെ തലയ്ക്കകത്തുണ്ടെങ്കിൽ അയാൾ ഈ റിമാൻഡ് റിപ്പോർട്ട് ഒന്ന് സംഘടിപ്പിച്ച് വായിക്കണം എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. എൻ്റെ കയ്യിൽ അയാളുടെ ഫോൺ നമ്പർ ഉണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. അത് കണ്ടുപിടിക്കാൻ കഴിഞ്ഞാൽ ഞാനും ഈ റിമാൻഡ് റിപ്പോർട്ട് ഈ രാഹുൽ ഈശ്വർ എന്ന് പറയുന്ന ചെറുപ്പക്കാരന് അയച്ചു കൊടുക്കുന്നതായിരിക്കും.